ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് മെഷർ ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന ടെക്നോളജി PPG എന്നാണ്, ഫോട്ടോ പ്ലത്തിസ്മോഗ്രാഫി എന്നാണ് അതിൻ്റെ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. അത് വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ്. അതായത് ഒരു ഗ്രീൻ LED ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് കിടന്ന് ബ്ലഡിൽ എത്തും. എന്നിട്ട് അവിടെ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ടെക്നോളജി. ഈ ഗ്രീൻ ലൈറ്റിൻ്റെ പ്രത്യേകത, ഗ്രീൻ ലൈറ്റ് നമ്മുടെ ബ്ലഡ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ഒരു വേവ് ലെങ്ത്താണ് ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ബ്ലഡ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഗ്രീൻ ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടും. ബ്ലഡ് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ ലൈറ്റ് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ഈ വാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇത് നിങ്ങൾക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്ററിങ്ങിൻ്റെ ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടാവും. ഈ ബ്ലിങ്ക് ചെയ്യുന്ന ഗ്രീൻ ലൈറ്റ് നമ്മളുടെ ബ്ലഡിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നിട്ട് അവിടെ അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇവിടെ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഡയോഡ് എന്ത് ചെയ്യും, വരുന്ന ലൈറ്റ് എത്രയുണ്ടെന്നുള്ളത് മെഷർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വെയിൻസിലുള്ള ബ്ലഡിൻ്റെ എമൗണ്ട് വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ ചെല്ലുന്ന ഗ്രീൻ ലൈറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടും, തിരിച്ചു വരുന്നത് കുറവായിരിക്കും. സോ ബേസിക്കലി എന്താ, നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് പറ്റും, ഒരു ഹൈ സിഗ്നൽ, പിന്നെ ഒരു ലോ സിഗ്നൽ, പിന്നെ ഒരു ഹൈ സിഗ്നൽ, പിന്നെ ഒരു ലോ സിഗ്നൽ, അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് ആ സാധനം എണ്ണും, എത്ര ഹൈ വന്നു എത്ര ലോ വന്നു. അത് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിന് മനസ്സിലാവും 1 മിനിറ്റിൽ എത്ര തവണ ഹാർട്ട് ബീറ്റ് ചെയ്തു എന്നുള്ളത്. അങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്. സോ ബേസിക്കലി സിംപ്ലി പറഞ്ഞാണ് ഇതിൻ്റെ സർക്യൂട്ട്, പിന്നെ അതിൻ്റെ കോഡിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ഏറ്റവും സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ആ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്.